പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയ ഒരു ഐറ്റമായ രാജ്മ എന്ന ഒരു പയർ വെച്ച് ഒരു മെഴുക്ക് വരട്ടിയാണ് കാണിക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിരുന്നു കുതിരാൻ വേണ്ടി. ഇനി അത് കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 4 വിസിൽ വന്നതിന് ശേഷം നല്ല വെന്തിട്ടുണ്ട്. ഉള്ള വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എങ്ങനെയാണ് മെഴുക്ക് വരട്ടി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല രുചിയുള്ള കറിയാണ്, മെഴുക്ക് വരട്ടിയാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി കഴിക്കാൻ. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഈ പയർ നല്ല ഔഷധ ഗുണമുള്ള പയറാണ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഒന്ന് താളിച്ച് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല വെയിറ്റ് ഒക്കെ കുറയുന്നതാണ്. ഇത് ഇറച്ചിക്കറി വെക്കുന്നത് പോലെയും എല്ലാം വെക്കാവുന്നതാണ്. പല തരത്തിൽ ഇത് വെക്കാം. പക്ഷേ മെഴുക്ക് വരട്ടിയാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. ഇത് ഏത് അസുഖമുള്ളവർക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. മൂത്ത് വന്നിട്ടുണ്ട്. ചുവന്നുള്ളിയും പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം വെളുത്തുള്ളി എല്ലാം ഇട്ടാണ് മൂപ്പിച്ചിരിക്കുന്നത്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാനിട്ടത്. എരിവ് അപ്പം കാണൂല അധികം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം വേവിച്ച പയർ, രാജ്മ പയർ ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് വെള്ളം വറ്റുന്നത് വരെ തീ കൂട്ടി വെച്ച് വറ്റിക്കാം. ഇത് നല്ല വറ്റിയിരുന്നതാണ് രുചി. ഇതിനെ മെഴുക്ക് വരട്ടിയെന്നും ഒലത്തിയതെന്നും എല്ലാം പറയും. ഉപ്പേരി എന്നും കുന്നംകുളത്തുകാരും തൃശ്ശൂരുകാരും പറയാറുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. 3 വിസിൽ വന്നപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു
വേണ്ടാത്ത ചൊവ്വയോ ഒരു നാറ്റവും ഒന്നുമില്ല. നല്ല പയറാണിത്. വെന്ത് വരുമ്പോഴും അങ്ങനെ ഒരു മണമൊന്നുമില്ല. നല്ല പയറാണ്. കുട്ടികൾക്കും എല്ലാം ഇത് ഉപ്പിട്ട് പുഴുങ്ങി കൊടുത്താൽ വളരെ നല്ലതാണ്. ഇച്ചിരി കൂടി ഒന്ന് വേവിക്കണം എന്നേ ഉള്ളൂ. ഇന്ന് ഇച്ചിരി ഞാൻ വേവിച്ചത് കുറച്ച് വേവ് കുറവാണ്. മുളക് പൊടിയൊന്നും ഇടാതെ വെറുതെ പുഴുങ്ങി കൊടുത്താൽ മതി കുട്ടികൾക്ക്. വളരെ ടേസ്റ്റായിട്ട് അവർക്ക് കളിച്ച് കളിച്ച് നടക്കുമ്പോൾ കഴിച്ചോളും. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അടുപ്പ് അണക്കാവുന്നതാണ്. ഉലർത്തിയത് അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം കുറച്ചും കൂടി വേവിക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഉണ്ടാക്കുന്ന പാചകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിലോ കുഴപ്പം തോന്നുന്നുണ്ടെങ്കിലോ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.